നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകമുണ്ടായി. സ്വന്തം ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തുന്ന സംഭവം. നേമം കല്യൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കല്ലിയൂർ പുന്നമ്മൂട് സ്വദേശി ബിൻസിയാണ് കൊല്ലപ്പെട്ടത്. 31 വയസ്സായിരുന്നു. ഭർത്താവ് സുനിലിനെ നേമം പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച രാത്രിയോടെയായിരുന്നു കൊലപാതകം നടന്നത്. രാവിലെ വിവരമറിഞ്ഞ നാട്ടുകാർ ബിൻസിയെ നേമം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മരം വെട്ടുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിലായിരുന്നു ഈ പ്രതി ബിൻസിയെ വെട്ടിയത്. 4ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾ വീട്ടിലുണ്ടായിരുന്നു. അവർ ഇത് കൊലപാതകമെന്ന്, അതായത് കുട്ടികൾ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് കൊലപാതകം നടന്നത്. പക്ഷേ ഈ കുട്ടികൾ ഈ സംഭവം അറിഞ്ഞില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയം. രാവിലെ കുട്ടികളോട് അമ്മയ്ക്ക് പനിയാണ്, വിളിക്കേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി നൽകി സുനിൽ കുട്ടികളെ സ്കൂളിലെത്തിച്ചു. പതിവായി ബിൻസിയാണ് ഈ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ബിൻസിയെ കാണാതായപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ എവിടെയാണെന്ന് തിരക്കി. പക്ഷേ ബിൻസിക്ക് സുഖമില്ല എന്നാണ് അധ്യാപകരോടും ഈ ബിൻസി എവിടെയെന്ന് ചോദിച്ചവരോടുമൊക്കെ സുനിൽ പറഞ്ഞത്. പതിവിൽ നേരത്തെ കുട്ടികളെ സ്കൂളിൽ എത്തിച്ചു സുനിൽ. അതിനുശേഷം അടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ സുനിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ബിൻസിക്ക് വെട്ടേറ്റ വിവരം അറിഞ്ഞ് നാട്ടുകാർ എത്തി. ഇതിനു പിന്നാലെയാണ് ഇയാളും വീട്ടിലേക്ക് എത്തിയത്. നാട്ടുകാർ സുനിലിനെയും കൂട്ടിയാണ് ബിൻസിയെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചത്. സംശയം തോന്നിയ പോലീസ് ചോദ്യം ചെയ്തു. ഇതോടെയാണ് സുനിൽ കുറ്റം സമ്മതിച്ചത്. തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഹരിതകർമ്മസേന ജീവനക്കാരിയാണ് ബിൻസി. കൂലിപ്പണിക്കാരനാണ് സുനിൽ. രാവിലെ 9 മണിയോടെ അടുത്ത വീട്ടിലെ ആ കുട്ടി പഞ്ചസാര കടം വാങ്ങാനായി ഈ ബിൻസിയുടെ വീട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ മാത്രമാണ് ബിൻസി വെട്ടേറ്റു മരിച്ചു എന്ന സംഭവം പുറം ലോകം അറിയുന്നത്. ആദ്യം പുറത്തു നിന്ന് വിളിച്ചു, പക്ഷേ വാതിൽ തുറന്നില്ല. ഇതേ തുടർന്ന് അകത്ത് കയറി ലൈറ്റിട്ട് നോക്കി. അപ്പോൾ ബിൻസി ബെഡ്ഷീറ്റ് പുതച്ച് കിടക്കുന്ന നിലയിലാണ് കണ്ടത്. വിളിച്ചിട്ട് ഉണരുന്നില്ല. അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് മാറ്റി നോക്കി. അപ്പോഴാണ് കഴുത്തിലും അതുപോലെ തന്നെ തറയിലും രക്തക്കറ കണ്ടത്. കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിലെത്തി വീട്ടുകാരോടും നാട്ടുകാരോടും വിവരം പറഞ്ഞു. ആംബുലൻസും പോലീസും എത്തി. ഇതോടെയാണ് സമീപത്തുള്ള മറ്റുള്ളവർ വിവരം അറിഞ്ഞത്. ഇതിനിടെ അടുത്ത വീട്ടിൽ ഒളിച്ചിരുന്ന സുനിലിനെയും വിളിച്ചു വരുത്തി ആശുപത്രിയിൽ എത്തിച്ചു. വെള്ളനാട് വെളിയന്നൂർ സ്വദേശിയാണ് ബിൻസി. 4 വർഷം മുൻപായിരുന്നു ഇപ്പോൾ ഈ കൊലപാതകം നടന്ന വീട്ടിൽ താമസം തുടങ്ങിയത്. അതിനു മുൻപ് പുന്നമുട്ടിലെ സുനിലിന്റെ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. മാത്രമല്ല, ബിൻസിയെ എപ്പോഴും സുനിലിന് സംശയമായിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വരുന്നുണ്ട്. മാത്രമല്ല, വീട്ടിൽ എന്നും വഴക്കുണ്ടായിരുന്നു എന്നും നാട്ടുകാർ അടക്കമുള്ളവർ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. കുട്ടികളെയും ക്രൂരമായി ഇയാൾ മർദ്ദിക്കുമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ബുധനാഴ്ച രാത്രി 8 മണിക്കും ഇരുവരും സ്കൂട്ടറിൽ ഒരു ബന്ധുവിന്റെ വീട്ടിലെത്തി. എന്താണ് നടന്നതെന്ന് കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും പോലീസ് അന്വേഷിക്കുകയാണ്. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം മക്കളെ ബിൻസിയുടെ ബന്ധുക്കളോടൊപ്പം വിടും. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഒക്കെ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നു എന്നത് ഏറെ നടുക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഒരു ഘട്ടത്തിൽ അത് ഒരു കൊലപാതകം എന്ന തരത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു എന്നാണ് ഈ വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. അതായത് റമീസിന്റെ വീട്ടുകാർ ഇപ്പോഴും ഒളിവിലാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ റമീസിന്റെ വീട്ടുകാർ ഒളിവിൽ പോയ സംഭവവുമായി ബന്ധപ്പെട്ട് കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ സഹോദരൻ പ്രതികരിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒളിവിൽ പോകേണ്ട കാര്യമില്ലല്ലോ എന്നാണ് പെൺകുട്ടിയുടെ സഹോദരൻ ചോദിക്കുന്നത്. ഇതുവരെയായിട്ടും റമീസിന്റെ വീട്ടുകാരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല. അവർ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇനി അതുകൂടി കിട്ടിക്കഴിഞ്ഞായിരിക്കും പോലീസ് അന്വേഷിക്കുക. ഇപ്പോൾ എത്ര ദിവസമായി പോലീസ് അന്വേഷണം എന്തായി എന്നും അറിയില്ല എന്നും ഈ യുവതിയുടെ സഹോദരൻ പ്രതികരിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മൂവാറ്റുപുഴ TTIയിലെ വിദ്യാർത്ഥിനിയായ 23-കാരി ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ സുഹൃത്ത് ആലുവ പാനായിക്കുളം സ്വദേശി റമീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ തുടരന്വേഷണം സംബന്ധിച്ച് വീട്ടുകാർ അതൃപ്തരാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, സഹോദരന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്റെ സഹോദരി ചതിക്കപ്പെടുകയായിരുന്നില്ല എന്ന് സഹോദരൻ ചോദിക്കുന്നു. 23 വയസ്സല്ലേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അവളെ പൂട്ടിയിട്ടു, മർദ്ദിച്ചു, മതം മാറാൻ നിർബന്ധിച്ചു. കല്യാണത്തിനും മതം മാറണമെങ്കിൽ അതിനും താനും അമ്മയും സമ്മതിച്ചിരുന്നു. പക്ഷേ റമീസിനെ ലോഡ്ജിൽ നിന്ന് പിടിച്ചതോടെ മതം മാറാൻ പറ്റില്ല എന്ന് തീർത്തു പറയുകയായിരുന്നു. രജിസ്റ്റർ വിവാഹം ചെയ്യാമെന്നാണ് അവൾ പറഞ്ഞത്. എല്ലാത്തിനും സമ്മതിച്ചിരുന്ന ഞങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാനാണ് അവൾ ഒന്നും അറിയിക്കാതിരുന്നത്. അവൾ ഒറ്റപ്പെട്ടുപോയി. എന്തായാലും അത്തരത്തിലൊരു വേദനയോടെയാണ് സഹോദരൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. സഹോദരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശനിയാഴ്ച തന്നെ പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതാണ്. സഹോദരിയുടെ ഫോണും പോലീസിന് നൽകി. എന്നാൽ
അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് തുടക്കത്തിൽ കേസെടുത്തത്. പോലീസ് അന്വേഷണത്തിലെ ഈ പ്രശ്നങ്ങൾ കാരണമാണ് NIA അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഈ പെൺകുട്ടിയുടെ കുടുംബം പ്രതികരിക്കുകയുണ്ടായി. ഇനി ഒരു പെൺകുട്ടിയും ഇങ്ങനെ അനുഭവിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം വീണ്ടും ആവർത്തിക്കുന്നത്. അവളെ വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുമ്പോൾ റമീസിന്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. മതം മാറാൻ ഇഷ്ടമുള്ളവർ മാറിക്കോട്ടെ, പക്ഷെ നിർബന്ധിച്ചും പൂട്ടിയിട്ട് മർദ്ദിച്ചും മതം മാറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത കാര്യങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ എന്നറിയണം. ഒരുമിച്ച് പഠിച്ചിരുന്ന സമയത്താണ് ഇരുവരും ഇഷ്ടത്തിലായത്. റമീസിന്റെ മാതാപിതാക്കൾ വിവാഹാലോചനയുമായി വീട്ടിൽ വന്നിരുന്നു. റമീസും പലവട്ടം വീട്ടിൽ വന്നിട്ടുണ്ട്. തന്റെ പിതാവ് മരിച്ച സമയത്തും റമീസ് വന്നിരുന്നു. താനുമായി അധികം ഇടപഴകിയിട്ടില്ല എന്നും പെൺകുട്ടിയുടെ സഹോദരൻ വ്യക്തമാക്കി. എന്തായാലും റമീസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ആത്മഹത്യാ പ്രേരണയ്ക്കും ശാരീരിക ഉപദ്രവത്തിനും റമീസിനെതിരെ കേസെടുത്തിരുന്നു. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ റമീസിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ പോലീസ് നടപടി സ്വീകരിച്ച് റമീസിന്റെ വീട്ടുകാരെയും പ്രതി ചേർക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ഒറ്റ പേജ് കുറിപ്പാണ് കണ്ടെത്തിയത്. വടിവത്ത അക്ഷരത്തിൽ തീയതി അടക്കം രേഖപ്പെടുത്തിയിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഇപ്രകാരമായിരുന്നു: ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. പക്ഷെ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു. എല്ലാം മറന്നിറങ്ങിച്ചെന്ന് എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു. രജിസ്റ്റർ മാരേജ് നടത്തിത്തരാമെന്ന വ്യാജേന അവന്റെ വീട്ടിലെത്തിച്ചു. കുടുംബക്കാരെ കൊണ്ട് മതം മാറിയ കല്യാണം നടത്താമെന്ന് അവൻ പറയിച്ചു. റമീസ് ചെയ്ത തെറ്റുകൾ അവന്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ചയുണ്ടാക്കി. ഒരു കൂട്ടുകാരൻ തന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ റമീസിനെ പിന്തിരിപ്പിച്ചു. വീണ്ടും എന്നെ തിരിച്ചു വീട്ടിലേക്ക് എത്തിച്ചു. മതം മാറാൻ സംബന്ധിച്ച് എന്നോട് പിന്നീടും റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു. മതം മാറിയാൽ മാത്രം പോരാ, തന്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു. ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധമോ തന്നോട് സ്നേഹമോ റമീസിൽ താൻ കണ്ടില്ല. എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകി. വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പന്റെ മരണം തളർത്തി എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഞാൻ പോകുന്നു. അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം. ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോകുക എന്നായിരുന്നു യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ്. എന്തായാലും ഇത്രയും വ്യക്തമായിട്ട് തൻ്റെ മരണത്തിന് കാരണക്കാരായവർ ഇവരാണെന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായ ആത്മഹത്യാക്കുറിപ്പിൽ ആ പെൺകുട്ടി വ്യക്തമാക്കിയിരുന്നു. യുവതിയെ മർദ്ദിച്ചതിന് തെളിവായി വാട്സാപ്പ് ചാറ്റുകളും പോലീസ് കണ്ടെത്തി. താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ ചെയ്തോളാനായിരുന്നു റമീസിന്റെ മറുപടിയെന്നും കോളേജിൽ സഹപാഠികളായിരുന്ന യുവതിയും റമീസും വിവാഹം കഴിക്കുന്നത് സംബന്ധിച്ച് വീടുകളിൽ ആലോചന നടന്നിരുന്നു. മതം മാറിയാൽ മാത്രമേ വിവാഹം നടക്കൂ എന്ന നിബന്ധന റമീസിന്റെ വീട്ടുകാർ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. എന്തായാലും ഇമ്മോറൽ ട്രാഫിക്കിന് റമീസ് അറസ്റ്റിലായതോടെയാണ് പെൺകുട്ടി യുവാവുമായി അകലാൻ തീരുമാനിച്ചത്. വീണ്ടും ഇത്തരത്തിൽ ഉപദ്രവം ചെയ്യുന്നു, മാത്രമല്ല മതം മാറണമെന്ന നിർബന്ധം വരുന്നു. ഒടുവിൽ കുട്ടിയുടെ മരണത്തിലേക്ക് അത് നയിക്കപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.